നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയിലെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ലോസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കെമിസ്ട്രിയിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലോ ആണ് ഡാൽട്ടൺസ് ലോ ഓഫ് അറ്റോമിക് തിയറി ഓർ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറയും. ഈ ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കുറച്ച് ഫണ്ടമെൻ്റൽ ലോസിൻ്റെ ബേസിലാണ്. ആ ലോസിനെയാണ് നമ്മൾ പൊതുവെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പോൾ ദീസ് ആർ ദി ഫണ്ടമെൻ്റൽ ലോസ് in chemistry. There are five laws of chemical combinations are there. The first one is law of conservation of mass. This is the first law of chemical combination. Second one is law of definite proportion. Third one is law of multiple proportion. Fourth one is Gay-Lussac's law of combining gaseous volumes, and the final law of chemical combination is Avogadro's law. അപ്പോൾ ഈ 5 ഫണ്ടമെൻ്റൽ ലോസ് ആണ് നമ്മൾ കെമിസ്ട്രിയുടെ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഈ 5 ലോസ് ആണ്. ഏതൊക്കെയാണ്? The first one is law of conservation of mass. Law of conservation of mass നമ്മൾ സാധാരണ അത് ഏറ്റവും ബേസിക് ലോ ആയിട്ട് പറയുന്ന ഒരു ലോ ആണ്. വളരെ സിമ്പിളാണ്. ആൻറ്റോയിൻ ലവോസിയെ ആണ് മുന്നോട്ട് വെച്ചത്. ദ സെക്കൻഡ് ലോ ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ലോ മുന്നോട്ട് വെച്ചത്. ഇതിന് തന്നെ നമ്മൾ രണ്ടാമത്തേതിന് തന്നെ നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നും പറയും. ഇനി ഓർ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്നും പറയും. ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്നും പറയും. ദ തേർഡ് ലോ ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ബൈ ജോൺ ഡാൾട്ടൺ. ആൻഡ് ദി ഫോർത്ത് ഈസ് Gay-Lussac's law of combining gaseous volumes. ആൻഡ് ദ ഫിഫ്ത്ത് ലോ ഈസ് Avogadro's law. അപ്പോൾ നമ്മൾ ഈ ലോ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ലോ ഓഫ് conservation of mass. Law of conservation of mass. This law is put forward by Antoine Lavoisier. Antoine Lavoisier എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ടേക്ക് വെച്ച ഒരു ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദിസ് ലോ, ഇതിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഈസ് ഡിഫൈൻഡ് ആസ് ഓർ ഇറ്റ് ടെൽസ് ആസ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് മാറ്ററിനെ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കില്ല, അതിനെ നശിപ്പിക്കാനും സാധിക്കില്ല. ഇതാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്ന ഒരു പോയിന്റ്. അതായത് നമ്മളൊരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ ആ ലോ പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം. നമുക്കറിയാം, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ റിയാക്റ്റൻസ് react to form product or products. ഇതാണ് നമ്മൾ സാധാരണ ഒരു ടിപ്പിക്കൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറയും. അതായത് ഒരു റിയാക്റ്റൻസ്. വാട്ട് ആർ റിയാക്റ്റൻസ്? റിയാക്റ്റൻസ് ആർ ദി സബ്സ്റ്റൻസസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ പൊതുവെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തുണ്ടാകുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ആയി മാറുന്നു. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ദി ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ്
ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. അതായത് റിയാക്ടൻസിൻ്റെ മാസ് എത്രയായിരിക്കുമോ അതിന് ഈക്വൽ ആയിരിക്കും പ്രോഡക്ട്സിൻ്റെ മാസ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ, കാർബൺ combines with oxygen to form carbon dioxide. Carbon combines with oxygen to form carbon dioxide. Here carbon and oxygen are the reactants and carbon dioxide is the product. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. അതായത് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു 12 ഗ്രാം. നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദി മാസ് ഓഫ് ഓക്സിജൻ ഈസ് 32 gram. Here the mass of oxygen is 32 gram. So the total mass of reactants is 12 plus 32, that's equal to 44 gram. ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44 ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ റിയാക്ടൻറ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും ഈക്വൽ ആണ്. നമുക്ക് ഇത് ഇങ്ങനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ഫസ്റ്റ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് law of conservation of mass by Antoine Lavoisier. It states that matter can neither be created nor be destroyed. That is, during a chemical reaction, the total mass of reactants is equal to the total mass of products. Okay. Then, നമ്മൾ ഒരു typical example പറഞ്ഞു, carbon combines with oxygen to form carbon dioxide. So, ഇവിടെ കാർബണിൻ്റെ മാസ് 12 ഗ്രാം ആണ്, ഓക്സിജൻ്റെ മാസ് 32 ഗ്രാം ആണ്. ഇപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 44 ഗ്രാം കിട്ടും. ഇവിടെ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44 ആണ്. അപ്പോൾ ഇവിടെ റിയാക്ടൻറ്റിൻ്റെ മാസ് തന്നെയാണ് പ്രോഡക്റ്റിൻ്റെയും. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ദി സെക്കൻഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ എന്നും പറയും. കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ എന്നും നമ്മൾ ഈ ലോനെ പറയുന്നുണ്ട്. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ എന്നും പറയും. ദിസ് ലോ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ സയൻറ്റിസ്റ്റ് കോൾഡ് ജോസഫ് പ്രോസ്റ്റ്. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ലോ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഈ ലോയിൽ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഗിവൺ കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് കൺസിഡർ ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പല രീതിയിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തത് ബേണിംഗ് ഓഫ് കാർബൺ നമ്മൾ കത്തിച്ചാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ പറ്റും. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഹീറ്റിംഗ് ഓഫ് sodium bicarbonate. Sodium bicarbonate അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയെ നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. വേറൊരു മെത്തേഡാണ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ HCl ആൻഡ് മാർബിൾ ഈസ് കെമിക്കലി കാൽസ്യം കാർബണേറ്റ്. ഇപ്പോൾ ഒരു കാർബണേറ്റും ഒരു ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 മെത്തേഡ് വഴി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഏത് മെത്തേഡ് വഴി ഉണ്ടാക്കിയാലും ഇവിടെ നമുക്കുള്ളൊരു ഗിവൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് കാർബൺ ആൻഡ് ഓക്സിജൻ, ആൻഡ് ഓൾസോ ദേ ഹാവ് എ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അതിലൊക്കെ സെയിം എലമെൻ്റ് ആയിരിക്കും. ആ സെയിം എലമെൻ്റ് മാത്രമല്ല, ദേ ഹാവ് എ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും ഇറസ്പെക്റ്റീവ് ഓഫ് ദി സോഴ്സ്, ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയെടുത്താലും ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ എപ്പോഴും കാർബണും ഓക്സിജനും ആയിരിക്കും. മാത്രവുമല്ല അതിൻ്റെ മാസുകൾ തമ്മിൽ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിൻ്റെ മാസ് 12 ആണ്, ഓക്സിജൻ്റെ മാസ് 32 ആണ്. ഇപ്പോൾ 12:32 ഓർ 3:8 എന്നുള്ള ഒരു പ്രൊപ്പോർഷനാണ് കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ irrespective of the source, a given compound always contains
the same elements and they are in a definite proportion by mass. ഇതാണ് ഈ ലോ പറയുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം, വാട്ടറിൻ്റെ കാര്യം പറയാം. വാട്ടറിന് നമുക്ക് പല സോഴ്സും നമുക്ക് വാട്ടർ കിട്ടുന്നുണ്ട് അല്ലേ. റെയിൻ വാട്ടർ ഉണ്ട്, റിവർ വാട്ടർ ഉണ്ട്, വെൽ വാട്ടർ ഉണ്ട്, ഇനി വേറെ ഏതെങ്കിലും നമ്മളിപ്പോൾ പറയുന്ന സ്റ്റെറിലൈസ്ഡ് വാട്ടർ ഉണ്ട്. എങ്ങനെ നമ്മൾ വാട്ടർ കിട്ടിയാലും വാട്ടർ ഓൾവേസ് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും ഹൈഡ്രജനും ഓക്സിജൻ ആയിരിക്കും. ആൻഡ് ദർ ഈസ് എ റേഷ്യോ H2O എന്നാണ് വാട്ടറിൻ്റെ മോളിക്കുലാർ ഫോർമുല. സോ ഇവിടെ ഹൈഡ്രജൻ്റെ മാസ് 2 ആണ്, ഓക്സിജൻ്റെ മാസ് 16. അപ്പോൾ 1:8 എന്നുള്ള ഒരു മാസ് റേഷ്യോയിലാണ് ഈ ഹൈഡ്രജനും ഓക്സിജനും വാട്ടറിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ലോ ഇതാണ് പറയുന്നത്, ഒരു ഗിവൺ കോമ്പൗണ്ടിൽ എപ്പോഴും ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയാലും അതിൽ എല്ലാ സമയത്തും ഉൾക്കൊള്ളുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഒരു കോമ്പൗണ്ടിൽ ആ ഗിവൺ എലമെൻസിൻ്റെ പ്രൊപ്പോർഷൻ ബൈ മാസ് ഈസ് എ കോൺസ്റ്റൻറ്റ്, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ലോ നോക്കാം. ഇനി നമ്മൾ മൂന്നാമത്തെ ലോ ഒന്ന് പരിചയപ്പെടാം. മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ ലോ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട് എലമെൻറ്റ്സ് കൂടിച്ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. രണ്ട് എലമെൻറ്റ്സ് കൂടിച്ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം ടു ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ്, നെയിംലി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല നമുക്കറിയാം, CO2 ആണ്. And the other compound is carbon monoxide. Carbon monoxide. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല CO എന്നാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കി കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു, രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ഇതിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, CO2-വിൽ 12 ഗ്രാം കാർബണിൻ്റെ കൂടെ 32 ഗ്രാം കാർബണിൻ്റെ കൂടെ 32 ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തത്. ഇൻ ദി കേസ് ഓഫ് കാർബൺ മോണോക്സൈഡ്, ഹിയർ ദി മാസ് ഓഫ് കാർബൺ ഈസ് സെയിം ആസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് ഈസ് 12 ഗ്രാം. 12 ഗ്രാം ഓഫ് കാർബൺ കമ്പൈൻസ് വിത്ത് 16 ഗ്രാം ഓഫ് ഓക്സിജൻ. ഹിയർ ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻറ്റ് കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മാസിൻ്റെ കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് മാസിലുള്ള എലമെൻറ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു എലമെൻറ്റിൻ്റെ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാകും എന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ജോൺ ഡാൾട്ടൺ ആണ് ഈ ലോ പ്രൊപ്പോസ് ചെയ്തത്. ജോൺ ഡാൾട്ടൺ. അതായത് when two elements combines to form more than one compounds, the mass of the element that combines with a fixed mass of the other are in a simple ratio. അതായത് ഒരു ഫിക്സ്ഡ് മാസ് എലമെൻറ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാകും. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 12 ഗ്രാം കാർബണിൻ്റെ കൂടെയാണ് രണ്ട് കോമ്പൗണ്ടിലും ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ അവിടെ 32 ഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ 32. ഇനി രണ്ടാമത്തെ കാർബൺ മോണോക്സൈഡിൽ എത്രയാണ്? 16 ഗ്രാം ആണ്. അപ്പോൾ ഇവിടെ 32 ഗ്രാം 12 ഗ്രാമിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഓക്സിജൻ 16 ഗ്രാം 12 ഗ്രാമിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് മാസ് എലമെൻറ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാകും. സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2, 3:2, അങ്ങനെ 1:3. ദിസ് ഈസ് ദി സിമ്പിൾ റേഷ്യോ. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ 32:16 എന്ന് പറഞ്ഞാൽ 2:1 ആയിരിക്കും. ഓക്കെ, 2:1 ആണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ റേഷ്യോ ആണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ
combine to form two compounds. The first one is H2O and the other is H2O2. H2O നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ ആണ്. H2O2 എന്ന് പറയുന്നതിൻ്റെ പേര് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ്. നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ വാട്ടറിൻ്റെ കേസിൽ 2 grams of hydrogen combines with 16 grams of oxygen. Okay, here also 2 grams of hydrogen combines with 32 grams of oxygen. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രജൻ്റെ മാസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെയുള്ള കോൺസ്റ്റൻ്റ് മാസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫിക്സ്ഡ് മാസ്സായ ഹൈഡ്രജൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാവും. അതായത് 16:32 ആണ് ഇവിടുത്തെ റേഷ്യോ. ദാറ്റ് ഈസ് 1:2. ഓക്കെ, ദിസ് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇനി മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ അവിടെ 2 കോമ്പൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആലോചിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. ആ പോയിൻ്റ് ഇങ്ങനെയാണ്, 2 എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ ഒരു ഫിക്സ്ഡ് മാസ് എലമെൻറ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾസും നമ്മളിവിടെ പറഞ്ഞു. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും, അതേപോലെ തന്നെ വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും. ഇനി 4ാമത്തെ ലോ ആണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേ-ലൂസാക്സ് ലോ ഓഫ് combining gaseous volumes. ഈ ലോ വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് when gaseous reactants combine to form gaseous products. ഇപ്പോൾ ഇവിടെ റിയാക്ടൻസും ഗ്യാഷ്യസ് ഫോമിലായിരിക്കും, പ്രോഡക്ട്സും ഗ്യാഷ്യസ് ആയിരിക്കും. അങ്ങനെ ഗ്യാഷ്യസ് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസിൽ ഇവിടെ റിയാക്ടൻസിൻ്റെ വോളിയങ്ങളും പ്രോഡക്ട്സിൻ്റെ വോളിയവും തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ സാധാരണ അങ്ങനെയാണ് പറയാം. ഓക്കെ, ഗ്യാസിൻ്റെ വോളിയം ഡിസ്കസ് ചെയ്യുന്ന കേസിലൊക്കെ നമ്മൾ എന്ത് പറയണം? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ വെൻ gaseous reactants react to form gaseous product, there exists a simple ratio between the volumes of the reactants and products at constant temperature and pressure. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കിയാൽ H2 hydrogen reacts with chlorine to form HCl, 2HCl. ഇവിടെ എല്ലാം ഗ്യാഷ്യസ് ആണ്. അതായത് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസാണ്, ക്ലോറിൻ ഗ്യാസാണ്, ഹൈഡ്രജൻ ക്ലോറൈഡും ഗ്യാസാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ വോളിയം നോക്കിയാൽ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മൾ അതിൻ്റെ വോളിയം നോക്കിയാൽ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 1 വോളിയം ഓഫ് ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ദിസ് ഈസ് ഓൾസോ 1 വോളിയം ടു ഫോം, ഇവിടെ എത്ര വോളിയം ഉണ്ട്? 2 വോളിയംസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓക്കെ, here this particular example 1 volume of hydrogen reacts with 1 volume of chlorine to form 2 volumes of hydrogen chloride. ഇവിടെയുള്ള വോളിയത്തിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെത് 1 ആണ്, ക്ലോറിൻ്റെത് 1 ആണ്, ഹൈഡ്രജൻ ക്ലോറിൻ്റെതോ 2 ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ഗ്യാഷ്യസ് വോളിയത്തിൻ്റെ സിമ്പിൾ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. Another example, when nitrogen N2 gas reacts with hydrogen gas N2 plus 3H2 gives 2NH3 gas. ഇവിടെ നൈട്രജൻ എന്ന ഗ്യാസ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് എന്ത് തരുന്നു? അമോണിയ എന്ന് പറയുന്ന ഒരു ഗ്യാസ് തരുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ വോളിയം നമ്മൾ നോക്കിയാൽ ദിസ് ഈസ് ഹിയർ, ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഹിയർ 1 വോളിയം ഓഫ് നൈട്രജൻ reacts with 3 volumes of hydrogen to form 2 volumes of ammonia. So there is a simple ratio. അതെങ്ങനെ ഉണ്ടാവുക? 1:3:2 ആയിരിക്കും. ഓക്കെ, 1:3:2
2. അപ്പോൾ ഇതാണ് നമ്മളെ ഗേ-ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് ഗേഷ്യസ് വോളിയംസ് എന്ന് പറയുന്ന 4ാമത്തെ ലോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലോ ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഗ്യാസസ് റിയാക്ട് ചെയ്തിട്ട് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന കേസിൽ ഈ ഗ്യാഷ്യസ് റിയാക്റ്റൻസിൻ്റെ വോളിയംസും പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെയോ വോളിയംസും തമ്മിൽ എന്തുണ്ടാവും? ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഈ ലോ. ഇനി നമ്മൾ 5ാമത്തെ ലോ ആണ് അവോഗാഡ്രോസ് ലോ ഓഫ്, അല്ലെങ്കിൽ അവോഗാഡ്രോസ് ലോ എന്ന് പറയാം. സിമ്പിളായിട്ട് അവോഗാഡ്രോസ് ലോ എന്ന് പറയാം. അവോഗാഡ്രോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ 10th സിലബസിലൊക്കെ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഒരുപാട് കേട്ടൊരു പേരാണ് അവോഗാഡ്രോസ് ലോ. ഇനി നിങ്ങൾ +1 തന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ ഗ്യാഷ്യസ് സ്റ്റേറ്റ് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? അവോഗാഡ്രോസ് ലോ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ വരുന്ന ഒരു ലോ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ പറയാം. ഒന്നാമത്തെ നിങ്ങൾ ഗ്യാഷ്യസ് ലോൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക: അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ്. അതായത് ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഗ്യാഷ്യസ് മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് മോൾസിന് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ആ ഒരു ഡെഫിനിഷൻ. നിങ്ങൾ അവിടെ V പ്രൊപ്പോർഷണൽ ടു N എന്നുള്ളൊരു ഇക്വേഷനൊക്കെ എഴുതും. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് മറ്റൊരു ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് contains equal number of molecules. Okay, at constant temperature and pressure equal volumes of all gases contains equal number of molecules. അപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ ഇവ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, വോളിയം ഒരേപോലെ ആണെങ്കിൽ എല്ലാ ഗ്യാസിലും അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ലോ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുത്താൽ, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. എക്സാമ്പിൾ നമ്മൾ A എന്ന് പറയുന്നൊരു സാമ്പിൾ എടുക്കുന്നു. ഈ സാമ്പിളിൽ നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ T ആണ്, പ്രഷർ P ആണ്. എത്രയോ ആയിക്കോട്ടെ, ന്യൂമറിക്കൽ വാല്യൂ ഞാൻ എഴുതുന്നില്ല. അവിടെ നമ്മളൊരു 10 ലിറ്റർ ഓക്സിജൻ എടുത്തു. അപ്പോൾ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് X ആണെന്ന് വിചാരിക്കുക. ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് X ആണ് ഇതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങോട്ട് മോൾ കൺസെപ്റ്റ് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തൽക്കാലം ഇങ്ങനെ പറയുന്നു, A എന്ന് പറയുന്ന ഒരു സാമ്പിൾ ഉണ്ട്. ആ സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ T ആണ്, പ്രഷർ P ആണ്. ഇവിടെ നമ്മൾ 10 ലിറ്റർ ഓക്സിജൻ എടുത്തു. അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് X ആണ്. നമ്മൾ അടുത്തൊരു സാമ്പിൾ എടുക്കുന്നു, B എന്ന് പറയുന്നൊരു സാമ്പിൾ എടുക്കുന്നു. B എന്ന് പറയുന്ന സാമ്പിളിൽ അവിടെയുള്ള ടെമ്പറേച്ചർ ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നെയാണ്, T തന്നെയാണ്. അവിടുത്തെ പ്രഷർ P തന്നെയാണ്. അതാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ നമ്മൾ 10 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. വേറൊരു ഗ്യാസാണ് നമ്മൾ എടുത്തത്. പക്ഷേ അതിൻ്റെ വോളിയം ഈക്വൽ ആണ് അല്ലേ? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവോഗാഡ്രോ ലോ പറയുന്നത് A എന്ന് പറയുന്ന ഈ സാമ്പിളിൽ X മോളിക്യൂൾസ് ആണെങ്കിൽ B എന്ന് പറയുന്ന ഈ സാമ്പിളിലും എത്രയായിരിക്കും മോളിക്യൂൾസ്? X തന്നെയായിരിക്കും. അതായത് വോളിയം ഒരേപോലെയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും എന്നാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ പറയേണ്ട ഒരു കാര്യം, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി നമ്മൾ സപ്പോസ് C എന്ന് പറയുന്ന ഒരു സാമ്പിൾ എടുത്ത് വിചാരിക്കുക. C അവിടെയുള്ള ടെമ്പറേച്ചറും T ആണ്, പ്രഷർ P ആണെന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അവിടെ നമ്മൾ X മോളിക്യൂൾസ് നൈട്രജൻ എടുത്താൽ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? സെയിം 10 ലിറ്റർ ആയിരിക്കും എന്നാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി ഓർമ്മിച്ച് വെക്കണം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് വോളിയം ഈക്വൽ ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും. അത് നേരെ തിരിച്ചും പറയാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെയൊക്കെ വോളിയം തുല്യമായിരിക്കും, പ്രൊവൈഡഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ,
ഇനി നമ്മൾ പ്രധാനമായും 5 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്നുള്ള ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ദെൻ ഗാലോ-സാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയംസ് ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് അവോഗാഡ്രോസ് ലോ. ഇനി ഈ ലോസിൻ്റെ അടിസ്ഥാനത്തിൽ ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ചതാണ് അറ്റോമിക് തിയറി. ഇത് കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ട് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു തിയറിയാണ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ഇത് മുന്നോട്ട് വെച്ച ശാസ്ത്രത്തിൻ്റെ പേരാണെന്ത്? സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ജോൺ ഡാൾട്ടൺ. സോ സംടൈംസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്നും പറയും. ഈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയൊക്കെയാണ്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് matter is made up of extremely small indivisible particles called atoms. Matter is made up of extremely small എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, ആൻഡ് ഇൻഡിവിസിബിൾ മീൻസ് അൺകട്ടബിൾ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റാത്തത്, വിഭജിക്കാൻ പറ്റാത്തത്. ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അപ്പോൾ ആറ്റംസ് എന്ന് പേരുള്ള വളരെ ചെറുതും ഇൻഡിവിസിബിളും ആയിട്ടുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ പോയിന്റ് എന്തിലുള്ളത്? അറ്റോമിക് തിയറി ഉള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മൂന്നാമത്തെ പോയിന്റ്, ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്. ഒരു എലമെൻറ്റിലുള്ള ആറ്റംസ് ഒക്കെ ഒരേപോലെയായിരിക്കും. കാരണം അതങ്ങനെയാണ് പറയുന്നത്. ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ്സ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്നാണ് അങ്ങനെ ഒരു പോയിന്റ് വരുന്നത്. ഒരു എലമെൻറ്റ് നമ്മളെടുത്താൽ അതിലുള്ള എല്ലാ ആറ്റംസും ഒരേപോലെയായിരിക്കും, ഒരേ സൈസ് ആയിരിക്കും. പിന്നെ അങ്ങനെയുള്ള ഒരു പോയിൻ്റാണ് നമ്മളിവിടെ പറയുന്നത്. ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്. നാലാമത്തെ പോയിന്റ് പറയുന്നു, atoms of different elements are different. അതായത് വ്യത്യസ്ത എലമെൻറ്റ്സ് നമ്മളെടുത്താൽ അതിലൊക്കെയുള്ള ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, വ്യത്യസ്ത എലമെൻ്റ് ആണെങ്കിൽ അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന എലമെൻസും ആറ്റംസും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, atoms of same or different elements combine in a definite proportion to form compounds or compound molecules. Okay, അതായത് ഒരേ തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എലമെൻ്റ് മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂൾ ആവാം. ഇപ്പോൾ ഓക്സിജൻ്റെ 2 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഓക്സിജൻ്റെ എലമെൻ്റ് മോളിക്യൂളാണ്. ഇനി അതേപോലെ വാട്ടർ മോളിക്യൂളാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അവിടെ എന്താണ്? ഒരു കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. അവിടെ നമ്മൾ പറയേണ്ട കോമ്പൗണ്ടിൻ്റെ കേസിൽ ദർ ഈസ് എ പ്രൊപ്പോർഷൻ ബൈ മാസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവിടെ മാസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവും. എങ്ങനെയെങ്കിലും 2 എലമെൻറ്റ്സ് കൂടി ചേർന്നാൽ എന്തുണ്ടാവില്ല? കോമ്പൗണ്ട്സ് ഫോം ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. പക്ഷേ ഇതിൽ ചില പോയിന്റുകൾ പിന്നീട് മാറ്റപ്പെട്ടു, ഒരു ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തി. കാരണം അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ആറ്റംസ് ക്യാൻ ഇൻഡിവിസിബിൾ എന്നുള്ളൊരു പോയിന്റ്. ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റ്.
പക്ഷേ പിന്നീട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ പുറത്ത് കണ്ടുപിടിക്കപ്പെട്ടു. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇൻഡിവിസിബിൾ എന്നുള്ളൊരു പോയിന്റ് അവിടെ ഇല്ലാണ്ടായി. കാരണം ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ്. ഓക്കെ, എലമെൻസിൻ്റെ ഒരു ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആക്കിയിട്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇൻഡിവിസിബിൾ എന്നുള്ള പോയിന്റ് ഇപ്പോൾ നമ്മളങ്ങനെ അതിന് പ്രസക്തി ഇല്ലാണ്ടായി. രണ്ടാമത്തത്, ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും ഒരേപോലെ ആയിരിക്കും എന്നുള്ള ഒരു പോയിന്റ്, ഐസോടോപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വന്നപ്പോൾ, ഐസോടോപ്പ്. വാട്ട് ആർ ഐസോടോപ്സ്? Isotopes, you know what are isotopes? Isotopes are atoms having same atoms having same atomic number but different mass number. ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസ് നമ്പറും ഉള്ള ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോടോപ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്. H11, H12, H13. അപ്പോൾ ഇത് ഒരേ എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ആറ്റംസ് ആണ്. ദ ഫസ്റ്റ് ഐസോടോപ്പ് ഈസ് നോൺ ആസ് പ്രോട്ടിയം, ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഡ്യൂട്ടീരിയം, ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൾഡ് ട്രിഷ്യം. ഇതേപോലെ തന്നെ കാർബണിൽ നമുക്കറിയാം, കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. ഇതൊക്കെ ഒരേ എലമെൻറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ആറ്റംസ് ആണ്. അപ്പോൾ ഒരേ എലമെൻറ്റിലുള്ള എല്ലാ ആറ്റംസും ഐഡൻറ്റിക്കൽ ആവും എന്ന് പറഞ്ഞ പോയിന്റിന് അവിടെ ചെറിയൊരു പ്രശ്നം വന്നു. പക്ഷേ ഈ കാർബണിൻ്റെ ഐസോടോപ്പിന് വേറെ വേറെ പേരുകളൊന്നുമില്ല. അത് നമ്മൾ സാധാരണ മാസ് നമ്പർ വെച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ പറഞ്ഞു ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്. അത് എല്ലാ തരത്തിലും ഒരു ഡിഫറെൻ്റ് ആണെന്നില്ല. കാരണം ഐസോബാർ എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു. ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറുള്ള വ്യത്യസ്ത എലമെൻസിൻ്റെ ആറ്റംസിനെയാണ് നമ്മൾ പൊതുവെ ഐസോബാർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ മാസ് നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ പൊതുവെ ഐസോബാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാസ് നമ്പർ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വ്യത്യസ്ത എലമെൻസിൻ്റെ ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഒരേ മാസ് നമ്പറിലുള്ള ആറ്റംസ് വന്നപ്പോൾ ഈ പോയിന്റിലും ചെറിയൊരു പ്രശ്നം വന്നു. ഓക്കെ, അതൊക്കെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഇപ്പോഴും നിലവിലുണ്ട്. ദെൻ ഈ 3 പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഐസോടോപ്പ് എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. ഐസോബാർ എന്ന് പറയുന്നത് സെയിം മാസ് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. ദെൻ ഒന്നും കൂടി ഉണ്ട്, ഐസോട്ടോൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആയിട്ടുള്ള എലമെൻസിൻ്റെ ആറ്റത്തിനെയാണ് നമ്മൾ പൊതുവേ എന്ത് പറയുക? ഐസോട്ടോൺസ് എന്ന് പറയുക. ഓക്കെ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആർ സെയിം ഇൻ ദി കേസ് ഓഫ് ഐസോട്ടോൺസ്. ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആയിരിക്കും. അതിൻ്റെ ഒക്കെ പ്രത്യേകത, അതിലൊക്കെ എന്തുണ്ട്? അതിലുള്ള ന്യൂട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ഓക്കെ, അപ്പോൾ ഈ ലോ എന്ന് പറയുന്നത്, അറ്റോമിക് തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഈ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്നുള്ള ആ ലോസിൽ നിന്ന് കിട്ടുന്ന ചില പോയിന്റുകൾ വഴിയാണ് നമ്മളിത് ഫോർമുലേറ്റ്. ഇത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത രൂപത്തിൽ നമ്മൾ ഇന്നും പഠിക്കുന്നുണ്ട്.